പക്ഷേ കേജ്രിവാൾ അങ്ങനെ തോറ്റു തരില്ല. ലീഡായി കേജ്രിവാൾ മുന്നിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നിലേക്ക് എത്തുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി പിന്നിലാണ്. അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് AP. ആണോ? അടിയന്തര പാർട്ടി തോറ്റാലും നേതാക്കൾ ജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. അതല്ലെങ്കിൽ കഴിഞ്ഞു. മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ തോക്കുകയാണെങ്കിൽ പിന്നെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് വലിയ പ്രശ്നം. നാഷണൽ കൺവീനറാണ്. പിന്നെ മാത്രമല്ല ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒറ്റയാളുടെ പാർട്ടിയാണല്ലോ, ഒരൊറ്റയാൾ പാർട്ടിയാണല്ലോ. 22-47 നിങ്ങൾ വന്നതിന്റെ ഐശ്വര്യമുണ്ട്. ശരിയാണ്, 22-47. പക്ഷെ ഒരു കാര്യം, നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഒറ്റയാൾ പാർട്ടികളാവുന്ന എല്ലാ പാർട്ടിക്കാരും ആലോചിക്കേണ്ട കാര്യമാണ്. ആ പാർട്ടിയിലെ നേതാവ് തലക്കടിച്ചാൽ തീരും. അതാണ് BJP. 10% മേലേക്ക് കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ സ്പോയിലർ. ഇപ്പൊ തന്നെ ഒമർ അബ്ദുള്ള പറഞ്ഞു, സാർ ഒമർ അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ തമ്മിലടിച്ചുകൊണ്ട് നിൽക്കൂ, BJP അധികാരത്തിൽ വരുന്നത്. കേജ്രിവാളിന്റെ ലീഡ് ഒന്ന് പറഞ്ഞോട്ടെ, പിന്നെ പറയാൻ പറ്റില്ല. 254 വോട്ടിന് കേജ്രിവാൾ അതൊരു തിരിച്ചുവരവാണ്. 7000 പിന്നാക്കം പോയ ശേഷമാണ് പിന്നിലേക്ക് പോയി. അതായത് ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ നൈദില്ലി നമ്മൾ നല്ല ഫൈറ്റാണ്. നൈദില്ലിയിൽ 5-5 അല്ലേ ഇപ്പൊ പോരാട്ടം അല്ലേ? നല്ല പോരാട്ടമാണ് നൈദില്ലിയിൽ കാഴ്ചവെക്കുന്നത് ആം ആദ്മി പാർട്ടി. ചാന്ദിനി ചൗക്കിലും ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ ചാന്ദിനി ചൗക്കിൽ അരവിന്ദ് കെജ്രിവാളും അതിഷിയും സിസോദിയയും സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആം ആദ്മി പാർട്ടി വലിയ പ്രതിസന്ധിയെ നേരിട്ടു എന്ന് തന്നെയാണ്. അപ്പൊ ആ ഏറ്റവും പ്രധാനപ്പെട്ട 3 മുഖങ്ങളെ അവർക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP അവരുടെ ആ ഒരു ശക്തി തെളിയിക്കുന്നു എന്നുള്ളതാണ്. നാണക്കേടിൽ നിന്ന് രക്ഷിക്കാൻ കേജ്രിവാളെങ്കിലും ലീഡ് ചെയ്ത് കേജ്രിവാളിനെങ്കിലും ഒരു വിജയം ഉണ്ടായാൽ ആപ്പിന് ഇനി മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം 46-23 വീണ്ടും മാറുന്നു. അരവിന്ദ് കെജ്രിവാൾ 254 വോട്ടുകൾക്ക് ന്യൂഡൽഹി മണ്ഡലത്തിൽ മുന്നിൽ. ശക്തമായ പോരാട്ടമാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ നടക്കുന്നത്. ഇതാദ്യമായി അരവിന്ദ് കെജ്രിവാൾ ലീഡ് എടുക്കുന്നു. 49% ആണ് കേട്ടോ BJP എത്തിയിരിക്കുന്നത്. 39% ആണ് ആം ആദ്മി പാർട്ടി. 10% ഡിഫറൻസ് ആണുള്ളത്. നേരത്തെ 54% 39%ത്തേക്ക് കുറയ്ക്കുന്നത്. അതായത് BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പെർസെന്റേജിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ വോട്ട് പെർസെന്റേജിലേക്ക് BJP എത്തിയിരിക്കുന്നു. അതായത് സ്വാപ്പിംഗ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വലിയ ഒരു കമന്റ് ഉണ്ട്, രസമുള്ള കമന്റ് ആണ്. താമരയ്ക്ക് വെള്ളം ഒഴിച്ചു കോൺഗ്രസ്. കൈ എടുക്കണമല്ലോ സാർ, വെള്ളം എടുക്കണമെങ്കിൽ. എന്തായാലും കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന ഒന്ന് പോയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു എന്ന് സാർ പറഞ്ഞപ്പോൾ ദാണ്ട ആ തീ കെട്ടു. ഒരു കനൽത്തരി എവിടെ ആളുന്നുണ്ടായിരുന്നു. മധ്യവർഗത്തിന് കൊടുത്ത ബജറ്റ്